Dear students, now we are moving into module 5. So module 5ൽ മെയിൻ ടോപ്പിക്കാണ് വേവ് ഇക്വേഷൻസ്. നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേറെ കുറച്ച് പോയിൻറ്റിങ് തിയറം, പവർ ഫ്ലോ ഇൻ കോവാക്സിയൽ കേബിൾ, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ നമ്മളത് ആ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ I will be explain mainly wave equations. നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് പഠിച്ചു, അതിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് വേവ് ഇക്വേഷൻസ്. ശരിക്കും ദീസ് ഇക്വേഷൻസ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് വേവ് ഇക്വേഷൻസ്. ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് വേവ് ഇക്വേഷൻ ദാറ്റ് യു ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ഫിസിക്സ്. സോ നമുക്ക് നോക്കാം. അതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലും കുറച്ച് റിലേഷൻസ് പറഞ്ഞു. ഈ വെക്റ്റർ ഐഡൻറ്റിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എനി വെക്റ്റർ ഈസ് 0. എന്താണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനി വെക്റ്റർ ഫോർ എനി വെക്റ്റർ ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് വെക്റ്റർ ഫിസിക്കൽ, അതായത് കേൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് ഇതിൻ്റെ മീനിങ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഇത് ഏതൊരു വെക്റ്ററിന്, അത് ഇലക്ട്രിക് ഫീൽഡിനാവാം, മാഗ്നറ്റിക് ഫീൽഡിനാവാം, വാട്ടർ ഫ്ലോ ഫീൽഡിനാവാം, എന്ത് വെക്റ്ററിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്താലും ഇത് എന്ന് പറയുന്നത് ഇപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ അടുത്തൊരു വെക്റ്റർ റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കേൾ ഓഫ് എ വെക്റ്റർ. അതാണ് ഇവിടെ കാണിച്ചത്. ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ്, ഇതിൻ്റെ ഹെഡിങ് തെറ്റാണ്. കേൾ ഓഫ് എനി വെക്റ്റർ ഈസ് ഈക്വൽ ടു എന്താണ്, ഗ്രേഡിയൻ്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്റ്റർ മൈനസ് ഡെൽ സ്ക്വയർ എ. ഈ ഇക്വേഷനാണ് നമുക്ക് വേവ് ഇക്വേഷൻസിൽ നമ്മളെപ്പോഴും ഡെറിവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കേൾ ഓഫ് എനി വെക്റ്റർ ആണ് കേൾ ഓഫ്. ലെഫ്റ്റ് സൈഡിൽ കേൾ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ്, ഗ്രേഡിയൻ്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്റ്റർ മൈനസ് ഡെൽ സ്ക്വയർ എ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ്. ദെൻ ലാസ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്നാണ് വേവ് ഇക്വേഷൻസ് വരുന്നത്. സോ ഞാൻ 4 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്, ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി. ഈ ഇക്വേഷൻസ് നമുക്ക് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഈ ഇക്വേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്നത് ഗോസ് ലോയിൽ നിന്ന് വരുന്ന ഇക്വേഷനാണ്. ഗോസ് ലോ ഡി എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി വെക്ടറാണ്. ഗോസ് ലോയിൽ നിന്നാണ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഗോസ് ലോ ഫോർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നാണ് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുക. ദെൻ ഫിഫ്ത്ത് ഇക്വേഷൻ ഫാരഡേസ് ലോയിൽ നിന്നാണ് നമുക്ക് കിട്ടുക, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. നമ്മുടെ d∅dt നിന്നാണ് നമ്മളിത് മാറ്റി എഴുതിയൊക്കെയാണ് എന്ത് ഈ ഇക്വേഷൻ 5 വരുന്നത്. ദെൻ ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്നത് മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടൽ ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ഇതെല്ലാം മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ പോയിൻ്റ് ഫോം എന്ന് പറയും. ഇത് തന്നെ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ആ ഫസ്റ്റ് ഇക്വേഷൻ 7 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗോസ് ലോ തന്നെയാണ് ഫോർ ഇലക്ട്രിക് ഫീൽഡ്. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ്. ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി വെക്ടറാണ്. ഡി ഇൻറ്റു ഡി എസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സ് ത്രൂ എ സ്മോൾ സർഫസ് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കിട്ടും. സോ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് എ സർഫസ് വിൽ ബി ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ചാർജ് ഇൻ ദാറ്റ് സർഫസ്. അത് ഇൻ്റഗ്രൽ ഓവർ ദ വോളിയം റോ വി ഡി വി എന്നും കിട്ടും. സോ ഇക്വേഷൻ 7 ആണ് ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസ് ലോ. ദെൻ സെയിം ഗോസ് ലോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് എത്തുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് എ സർഫസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ 8, ഇൻ്റഗ്രൽ ഓഫ് ദ സർഫസ് ബി ഡോട്ട് ഡി എസ്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ദെൻ ഫോർ എനി ക്ലോസ്ഡ് പാത്ത് ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദ സർഫസ് ഡോ ബി ബൈ ഡോ ടി ഇൻറ്റു ഡി എസ്. ഇക്വേഷൻ 9 എന്ന് പറയുന്നത് ഫാരഡേസ് ലോ തന്നെയാണ്. അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ ഫോം എന്ന് പറയാം. അത് തന്നെ മാക്സ്വെൽസിൻ്റെ ഒരു ഇക്വേഷൻ തന്നെയാണ്.
ദെൻ ആംബിയർ സർക്യൂട്ടൽ ലോ ഇൻ്റഗ്രൽ ഓവർ ദ ക്ലോസ് പാത്ത് എച്ച് ഡോട്ട് ഡി എൽ ഇലക്ട്രിക് ഫീൽഡിന് എച്ച് ഡോട്ട് ഡി എൽ വരും. സോ ഐ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ദ സർഫസ് ഡോ ഡി ബൈ ഡോ ടി ഇൻറ്റു ഡി എസ്. ഇക്വേഷൻ 10ൻ്റെ റൈറ്റ് സൈഡിലത്തെ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ആയിട്ട് വരുന്നത് ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ്. നമ്മൾ വേവ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 4 ഇക്വേഷൻസാണ്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു ഡൈവേർജൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി വെക്ടർ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ ബി ഡൈവേർജൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെക്ടർ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് ഏതൊരു ക്ലോസ് സർഫസ് കൺസിഡർ ചെയ്താലും അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഫ്ലക്സ് എൻ്റർ ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് അത് ലീവ് ചെയ്യും. അപ്പോൾ എപ്പോഴും ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് എ ഗോഷ്യൻ സർഫസ് വിൽ ബി 0. സോ അതിൽ നിന്നാണ് ഡെൽ ഡോട്ട് ബി സിക്കൽ ടു 0 എന്ന് കിട്ടുന്നത്. ദെൻ ഫാരഡേസ് ലോയിൽ നിന്ന് ഡെൽ ക്രോസ് ഇ സിക്കൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി കിട്ടി. ദെൻ ഡെൽ ക്രോസ് എച്ച് സിക്കൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഈ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്നത് ഏത് ലോയിൽ നിന്നാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് വേവ് ഇക്വേഷൻ ഫോർ ഫ്രീ സ്പേസിൽ വേവ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. സോ ഫ്രീ സ്പേസിൽ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ചാർജുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റോ വി വോളിയം ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. അതേപോലെ അവിടെ കണ്ടക്ടറൊന്നും അല്ലാത്തതുകൊണ്ട് അവിടെ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ജെയും എന്തായിരിക്കും 0 ആയിരിക്കും. അതുകൊണ്ട് സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. സോ മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ ഓരോ മാക്സ്വെൽസ് ഇക്വേഷൻ എടുക്കുക. ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. ബിക്ക് പകരം ബി ഈസ് ഈക്വൽ ടു എന്താണ് μ0 μr ഇൻറ്റു എച്ച് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിക്ക് പകരം μ0 μr ഇൻറ്റു എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 11 ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് μ0 μr. ഫ്രീ സ്പേസിൽ μr എന്താണ് 1 ആണ് അല്ലേ? ഫ്രീ സ്പേസിൽ μr 1 ആണ്. μr ഉണ്ടാവുന്നത് ഒരു മെറ്റീരിയൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമാണ് μrന് വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ ഒക്കെ എന്താണ് μrൻ്റെ വാല്യൂ 1 ആണ്. സോ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു എന്താവും മൈനസ് μ0 ഡോ എച്ച് ബൈ ഡോ ടി എന്ന് പറയുന്ന ഇക്വേഷൻ 11 കിട്ടും. അതേപോലെ ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി ആണ്. ഡിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം ε0 εr ഇൻറ്റു ഇ എന്ന് എഴുതാം. εrഉം ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്ന ഇക്വേഷൻ 12 കിട്ടും. ഇനി ഡെൽ ഡോട്ട് ഡി ശരിക്കും മാക്സ്വെൽസ് ഇക്വേഷൻ പ്രകാരം ഡെൽ ഡോട്ട് ഡി സിക്കൽ ടു റോ വി ആണ്. പക്ഷേ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് റോ വിയുടെ വാല്യൂ എന്താണ് ചാർജ് ഡെൻസിറ്റിയാണ്. അവിടെ ഒന്നും ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് റോ വി സിക്കൽ ടു 0 ആണ്. സോ ഡെൽ ഡോട്ട് ഡി സിക്കൽ ടു 0. ഡിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം ε0 ഇൻറ്റു ഇ എന്ന് എഴുതാം. അപ്പോൾ ഡെൽ ഡോട്ട് ε0 ഇൻറ്റു ഇ സിക്കൽ ടു 0 എന്ന് വരും. ε0 പുറത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ സിക്കൽ ടു 0 എന്ന് എഴുതാം. അതേപോലെ ഡെൽ ഡോട്ട് ബി സിക്കൽ ടു 0ൽ ബിക്ക് പകരം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബിക്ക് പകരം μ0 μr ഇൻറ്റു എച്ച് എന്ന് എഴുതാം. സോ ഡെൽ ഡോട്ട് എച്ച് സിക്കൽ ടു 0 എന്നും വരും. സോ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷനെ ഫ്രീ സ്പേസിലത്തെ കണ്ടീഷൻ ഒന്ന് റോ വി സിക്കൽ ടു 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡെൽ ക്രോസ് എച്ച് ഇസിക്കൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്നതാണ് ശരിക്ക് ആംബിയർ സർക്യൂട്ടല്ലോ. ആ ജെയും 0 ആണ്. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് ഇസിക്കൽ ടു എന്ത് വന്നു ഡോ ഡി ബൈ ഡോ ടി. നോക്കാം, ഇവിടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇങ്ങനെയാണ് എഴുതിയുള്ളത്. ഈ ഡെൽ ഡോട്ട് ഡി സിക്കൽ ടു എന്ത് വരും റോ വിക്ക് പകരം 0 ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡി സിക്കൽ ടു 0 എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം ഡെൽ ഡോട്ട് ഇ സിക്കൽ ടു 0 എന്ന് എഴുതാം. കാരണം ഡി സിക്കൽ ടു ഫസ്റ്റ് ഇക്വേഷനിലാണെങ്കിൽ ഡി സിക്കൽ ടു എന്താ ε0 ഇൻറ്റു ഇ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ഡെൽ ഡോട്ട് ഇ സിക്കൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ ഡെൽ ഡോട്ട് ബി സിക്കൽ ടു 0 ആണ്. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് എഴുതാം ഡെൽ ഡോട്ട് എച്ച് സിക്കൽ ടു 0 എന്ന് എഴുതാം. ദെൻ ഇക്വേഷൻ 5ലാണെങ്കിൽ ഡെൽ ക്രോസ് ഇ സിക്കൽ ടു മൈനസ് ഡോ ബി ബൈ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം μ0 ഇൻറ്റു വെക്ടർ എച്ച് എന്ന് എഴുതാം. സോ ഡെൽ ക്രോസ് ഇ സിക്കൽ ടു മൈനസ് μ0 ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി എന്ന് എഴുതാം. ദെൻ ഇക്വേഷൻ 6ലാണെങ്കിൽ ജെ സിക്കൽ ടു 0 ആണ്. സോ ഡെൽ ക്രോസ് എച്ച് സിക്കൽ ടു ഡോ ഡി ബൈ ഡോ ടി എന്ന് ആക്കാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻസ് കിട്ടിയത്. ഓക്കെ, ജസ്റ്റ് ആ ഫ്രീ സ്പേസിലത്തെ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തു മാക്സ്വെൽസ് ഇക്വേഷനിൽ. സോ ഇങ്ങനെ 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇക്വേഷൻ ലെവലിൻ്റെ 2 സൈഡിലും നമ്മൾ ഒന്നുകൂടി കേൾ എടുക്കും. സോ ടേക്കിംഗ് കേൾ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 11. ഇപ്പോൾ ഇക്വേഷൻ 11ൻ്റെ 2 സൈഡിലും ഇക്വേഷൻ 11 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ
ഇത് ഇക്വേഷൻ 11 ആണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്തു? കേൾ. ഇവിടെ ഒരു കേൾ എടുത്തു, ഇപ്പുറത്തും കേൾ എടുത്തു. രണ്ട് സൈഡിലും എന്ത് ചെയ്തു? കേൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റത്തെ ഇക്വേഷൻ കേൾ ഓഫ് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് മൈനസ് മ്യൂ സീറോ ഡോ എച്ച് ബൈ ഡോ ടി എന്ന് പറയുന്ന ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ കിട്ടും. ദെൻ ഈ കേൾ ഓഫ് ഇ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എനി വെക്റ്റർ കേൾ ഓഫ് ദാറ്റ് വെക്റ്റർ വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ കേൾ ഓഫ് ഇനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അതായത് ഗ്രേഡിയൻ്റ് ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ. ദെൻ ഇപ്പുറത്തെ സൈഡിലാണെന്ന് വെച്ചാൽ ഇവിടെ ഈ കേൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. സോ ദെൻ മൈനസ് മ്യൂ സീറോനെ പുറത്തേക്ക് എടുത്തു. മൈനസ് മ്യൂ സീറോ കോൺസ്റ്റൻ്റ് ആണ്. ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ഈ കേളിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. അപ്പം ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇനി ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമുക്കറിയാം എന്താണ്. പ്രീവിയസ്ലി എഴുതിയിട്ടുണ്ട്. ഡെൽ ക്രോസ് എച്ച് ഇവിടെ ഉണ്ട്. ഏതാണ് ഡെൽ ക്രോസ് എച്ച്? ഇതാണ് ഡെൽ ക്രോസ് എച്ച്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഇപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. ഇപ്പുറത്ത് ഇങ്ങനെ കണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാം. ദെൻ ആ ഇപ്സിലോൺ സീറോ ഉള്ളിൽ പുറത്തേക്ക് എടുത്തു. അപ്പം രണ്ട് സൈഡിൽ നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവും ക്യാൻസൽ ചെയ്തു. അതിന് മുമ്പ് ഇവിടെ ഇത് സീറോ ആയിപ്പോയി. കാരണം എന്താണ്? ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? സീറോ ആണ്. ഓക്കെ. അപ്പം മൈനസ് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ സീറോ ഇപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് മൈനസും വെട്ടിക്കളഞ്ഞാൽ, ഈ ഇക്വേഷനിൽ നിന്ന് മൈനസും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മുടെ വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ഫോർ ഫ്രീ സ്പേസ്. ഇനി ഇതേപോലെ തന്നെ നമ്മളിവിടെ ഇപ്പം എന്താണ്? ഡെൽ ക്രോസ് ഇക്കാണ് ഈ ഇക്വേഷൻ. ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ 11ലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇക്വേഷൻ 11, അതായത് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലുമാണ് കേൾ എടുത്തത്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും കേൾ എടുക്കാം. അപ്പോൾ ഇവിടെ കേൾ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് ഇപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇക്വേഷൻ 12ൻ്റെ രണ്ട് സൈഡിലും കേൾ എടുക്കുക. കേൾ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് ഇപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി എന്ന് പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ വെക്റ്റർ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഗ്രേഡിയൻ്റ് ഓഫ് ഡെൽ ഡോട്ട് എച്ച് മൈനസ് ഡെൽ സ്ക്വയർ എച്ച് എന്നാക്കി. ദെൻ റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്സിലോൺ സീറോ പുറത്തേക്ക് എടുത്തു, കേളിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡെൽ ക്രോസ് ഇ എന്ന് വരും. ഇനി ഈ ഡെൽ ക്രോസ് ഇക്ക് പകരം നമുക്ക് പ്രീവിയസ് മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്ന് മൈനസ് ഇപ്സിലോൺ സീറോ ഡോ എച്ച് ബൈ ഡോ ടി എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് ഈ ടേം, ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഈ ടേം എന്താണ്? സീറോ ആണ്. മാക്സ്വെൽസ് ഇക്വേഷനിലുണ്ട്. അപ്പോൾ അത് സീറോ ആയിപ്പോയി. മൈനസ് ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു ഇപ്സിലോൺ സീറോ ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് മ്യൂ സീറോ ഡോ എച്ച് ബൈ ഡോ ടി എന്നായി. ഇനി വീണ്ടും പഴയ പോലെ തന്നെ എന്ത് എടുത്തു? ഈ മൈനസ് മ്യൂ സീറോ, ഇവിടെയുള്ള മൈനസ് മ്യൂ സീറോനെ പുറത്തേക്ക് എടുത്തു. മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇപ്സിലോൺ സീറോ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ 16 എന്ന് പറയും. ഈ രണ്ട് ഇക്വേഷൻസ്, ഇപ്പോൾ കിട്ടിയ ഈ ഇക്വേഷനും പ്രീവിയസ് ആയിട്ടുള്ള ഇക്വേഷൻ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഇക്വേഷനും ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇപ്സിലോൺ സീറോ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷൻ രണ്ടും കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ്. ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിലാണെങ്കിൽ ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലാണ്. സോ ദിസ് 16th ഇക്വേഷൻ ഈസ് ദ വേവ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ഈ വേവ് ഇക്വേഷൻ എന്ന് പറയാൻ കാരണം ഈ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അതിലൊരു വേവ് ഇക്വേഷൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അതാണ് ഈ വേവ് ഇക്വേഷൻ.
19th ആയിട്ടുള്ള ഇക്വേഷൻ. This is the classical wave equation which describes the motion of any type of waves. ഈ ഇക്വേഷൻ 19th ഇക്വേഷനിൽ ഈ വി സ്ക്വയർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വേവിൻ്റെ വെലോസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സ്ലൈഡിലുള്ള ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇപ്സിലോൺ 0 ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ, ഈ ഇക്വേഷനും ഈ 17th ഇക്വേഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 1/v സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് മ്യൂ 0 ഇപ്സിലോൺ 0 ആണ്. അപ്പോൾ നമുക്ക് 1/v സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇപ്സിലോൺ 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ അതിൽ നിന്ന് v ഈസ് ഈക്വൽ ടു 1/√of മ്യൂ 0 ഇപ്സിലോൺ 0 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. സോ കമ്പയറിങ് വിത്ത് ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ ദ വെലോസിറ്റി ക്ലാസിക്കൽ വേവ് ഇക്വേഷനിൽ 1/v സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെലോസിറ്റിയാണ്. സോ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആയാലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആയാലും വേവ് ഇക്വേഷനിൽ 1/v സ്ക്വയറിൻ്റെ സ്ഥാനത്തുള്ളത് മ്യൂ 0 ഇപ്സിലോൺ 0 ആണ്. സോ 1/v സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇപ്സിലോൺ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടും, 1/√of മ്യൂ 0 ഇപ്സിലോൺ 0 എന്ന് കിട്ടും. v0ൻ്റെ വാല്യൂ ഇപ്സിലോൺ 0ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു c, where c is the velocity of light in free space. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡാണെങ്കിലും ഫ്രീ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ അതേ സ്പീഡായിരിക്കും. അതായത് 3 × 10⁵ m/s എന്ന് പറയുന്ന അതേ വാല്യൂ തന്നെ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇതാണ് എന്ത് വേവ് ഇക്വേഷൻ ഫോർ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് സിമ്പിളാണ്. എന്ത് ചെയ്തു നമ്മൾ ഫ്രീ സ്പേസിലത്തെ കണ്ടീഷൻ, ഫ്രീ സ്പേസിൽ എന്ന് വെച്ചാൽ ചാർജ് ഉണ്ടാവില്ല, അതുകൊണ്ട് റോ വി 0 ആയിരിക്കും. ഈ ഇക്വേഷനിൽ മാക്സ്വെൽസ് ഇക്വേഷനിൽ റോ വി 0 ആയിരിക്കും. ദെൻ ജെയുടെ വാല്യൂ എന്താണ്, കണ്ടക്ഷൻ കറൻറ്റും ഇല്ല, അതുകൊണ്ട് ജെയും 0 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 11, 12, 13, 14 4 ഇക്വേഷൻസ് കിട്ടുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ആ ഇക്വേഷൻ 11ൻ്റെ രണ്ട് സൈഡിലും എന്തെടുക്കുക, കേൾ എടുക്കുക. സോ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് മൈനസ് മ്യൂ 0 ഡോ എച്ച് ബൈ ഡോ ടി എന്ന് കിട്ടും. ദെൻ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഐഡൻറ്റിറ്റിയാണ്. അത് ഗ്രേഡിയൻറ്റ് ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ ആണ്. ദെൻ റൈറ്റ് സൈഡിൽ കേൾ ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, ഇനി ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ 12 ആണ്. അതെടുത്തിട്ട് ഡെൽ ക്രോസ് എച്ചിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇപ്സിലോൺ 0നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ മ്യൂ 0 ഇപ്സിലോൺ 0 എന്ന് ഇക്വേഷൻ 15 കിട്ടും. ദെൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് 0 ആയി പോകും, അപ്പോൾ മൈനസ് ഡെൽ സ്ക്വയർ ഇ മാത്രമാവും. അപ്പോൾ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇതേ സെയിം ഇക്വേഷനാണ് ഫോർ മാഗ്നറ്റിക് ഫീൽഡിലും സിമിലർലി നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് ഇക്വേഷൻസ് ക്ലാസിക്കൽ വേവ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വേവിൻ്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ ഫ്രീ സ്പേസിലാണെങ്കിൽ വേവിൻ്റെ വെലോസിറ്റി എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁵ m/s. ഓക്കെ, ഇനി നമുക്ക് വേവ് ഇക്വേഷൻ, നമ്മളിപ്പോൾ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഫോർ ഫ്രീ സ്പേസ്. ആ വേവ് ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാം. ഈ വേവ് ഇക്വേഷൻ നമ്മൾ യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാറ്റം വരും. കുറച്ച് മാറ്റം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഈ ആദ്യം എഴുതിയ വേവ് ഇക്വേഷൻ, ഇപ്പോൾ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ, ഈ കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ അല്ല. ഈ ഡെൽ സ്ക്വയർ ഇ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ഇ ബൈ ഡോ എക്സ് സ്ക്വയർ എ എക്സ് ക്യാപ്പ് പ്ലസ് ഡോ സ്ക്വയർ ഇ ബൈ ഡോ വൈ സ്ക്വയർ എ വൈ ക്യാപ്പ് പ്ലസ് ഡോ സ്ക്വയർ ഇ ബൈ ഡോ സെഡ് സ്ക്വയർ എ സെഡ് ക്യാപ്പ്, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊരു വലിയ ഇക്വേഷനായിട്ട് എഴുതാം. അത് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുക, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വലിയ ഇക്വേഷൻ. അത് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേവ് ഇക്വേഷനെ തന്നെ സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യും. ആ സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാനാണ് നമ്മൾ യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ കേസ് കൺസിഡർ ചെയ്തിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഫർദർ അനാലിസിസ് നടത്തുക. അപ്പോൾ എന്താണ് യൂണിഫോം പ്ലെയിൻ വേവ്? നോർമലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്
പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് യൂണിഫോം പ്ലെയിൻ വേവ്സ് ആണ്. അതെന്താണെന്ന് നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചത് അങ്ങനെയുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ. അപ്പോൾ അതായത് വേവിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാവും. യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ കേസിലാണെന്ന് വെച്ചാൽ ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വേവാണ്, ഒരു സിനുസോഡലായിട്ട് വേരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ദെൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്, അതും സിനുസോഡൽ വേരിയേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഇപ്പോൾ ഞാനൊരു ഇൻ്റർവൽ സെഡ് ആക്സിസിലുള്ള ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഡയറക്ഷനിലാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അതെന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്, വൈ ഡയറക്ഷനിലാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണ്, കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ അത് രണ്ടും എന്തായി, പരസ്പരം പെർപെൻഡിക്കുലറായി അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും, പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇലക്ട്രിക് ഫീൽഡിനായാലും മാഗ്നറ്റിക് ഫീൽഡിനായാലും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മാത്രമേ കമ്പോണൻ്റ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റോ ഉണ്ടാവില്ല. അതായത് എക്സ് ഉണ്ടാവാം, വൈ ഉണ്ടാവാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻ്റ് ഉണ്ടാവും, വൈ കമ്പോണൻ്റ് ഉണ്ടാവും. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻ്റ് ഉണ്ടാവാം, വൈ കമ്പോണൻ്റ് ഉണ്ടാവാം. ഒരിക്കലും ഈ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും സെഡ് ഡയറക്ഷനിൽ, അതായത് ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റും ഉണ്ടാകില്ല. സെഡ് ആൻഡ് എച്ച് സെഡ് ആർ ആബ്സെൻറ്റ്. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദർ ഇസ് നോ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ സെഡ് ഡയറക്ഷൻ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിനാണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുക സെഡ് ഡയറക്ഷനിൽ മാത്രമായിരിക്കും. അതായത് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഒറിജിനൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും. അതിപ്പോൾ സെഡ് ഡയറക്ഷനിൽ ഈ സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും തോറും എന്ത് ചെയ്യുന്നു, ആദ്യം ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി, പിന്നെ ഡിക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും 0 എത്തി. ദെൻ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി. ദെൻ വീണ്ടും ഡിക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും 0 എത്തി. വീണ്ടും റൈസ് ചെയ്ത് മാക്സിമത്തിലെത്തി, വീണ്ടും ഡിക്രീസ് ചെയ്ത് 0-ലെത്തി. അപ്പോൾ ഈ ചേഞ്ച് ഉണ്ടാവുന്നത് സെഡ് ഡയറക്ഷനിലാണ്. ഒരിക്കലും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഒന്നും ഉണ്ടാവില്ല, ഈ ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും ഇപ്പോൾ ഒറിജിനൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വാല്യൂ ഉണ്ട് ഇവിടെ. ദെൻ അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി, വീണ്ടും ഡിക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും 0 ആയി. ദെൻ അഗെയിൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി. സെഡിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതും കുറയുന്നതും. ദെൻ വീണ്ടും കുറഞ്ഞ് ഇവിടെ 0 എത്തി. വീണ്ടും ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു, ഇവിടെ വീണ്ടും 0-ലെത്തി. ഓക്കെ. സോ ഇലക്ട്രിക് ഫീൽഡിനാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിനാണെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നത് സെഡ് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഫോർ എൻ യൂണിഫോം പ്ലെയിൻ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ സെഡ് ആൻഡ് എച്ച് സെഡ് കമ്പോണൻസ് ആർ ആബ്സെൻറ്റ് ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് മാത്രമല്ല, ഫർദർ there will be no variation of electric and magnetic field in x and y direction. അത് തന്നെ മാത്തമാറ്റിക്കലി പറയുകയാണെന്ന് വെച്ചാൽ ഇക്വേഷൻ 21 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സും വൈയും ഉണ്ടാവും, പക്ഷേ ചേഞ്ച് ഇൻ എക്സ് ആൻഡ് വൈ ഇൻ വൈ ആൻഡ് എക്സ് ഡയറക്ഷൻ വിൽ ബി 0. അതായത് ∂Ex/∂x ആൻഡ് ∂Ex/∂yയും ∂Ey/∂xും ∂Ey/∂yയും 0 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 22 കിട്ടും. സോ ഈ ഇക്വേഷൻ 22 കണ്ടീഷൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷനിൽ ∇2E = ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇത് വാല്യൂസിനൊക്കെ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. 0 കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ 4 ഇക്വേഷൻസുകൾ കിട്ടുക. സോ ഈ 4 ഇക്വേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ ഫോർ യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.